ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ രേഷ്മാലൽ. അപ്പം ഞാൻ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ റിവ്യൂ പറയലോ അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചൊരു സാധനം ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എങ്ങനെ ആവും എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് പരിചയമൊന്നുമില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ, വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതും എന്ത് സാധനമാണെന്നുള്ളതും അപ്പോൾ എല്ലാം നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതാ ഒരു വയർലെസ് മൈക്കാണ്. K205 അൾട്രാ കോമ്പാക്ട് 2.4 GHz അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പറയുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ വയർലെസ് മൈക്കാണിത്. നമുക്ക് ബിഗിനേഴ്സിനായാലും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവർക്കായാലും ഒക്കെ അത്യാവശ്യം ഭയങ്കര റേറ്റ് എന്നല്ല, എന്നാലും അത്യാവശ്യം പ്രൈസ് ഉണ്ട് ഇതിന്. എന്നാൽ ഭയങ്കര റേറ്റ് അല്ല. അപ്പം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്നത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പർ ഉണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്താണ് എന്നൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു പേപ്പർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മൂക്കൊലിപ്പുണ്ട് ഗൈസ് എനിക്ക്, അതാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് കുറേ നാളായി, പക്ഷെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതെടുത്ത് ഞാനിങ്ങനെ കണക്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ വൈഫൈ ഓണാക്കി നോക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് ഓണാക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കണക്റ്റ് ആകുന്നില്ല. അപ്പം ഞാനത് അങ്ങനെ തന്നെ വെച്ചു. കാരണം ഞാനിത് കുത്തി കുളവാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചു. ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയില്ല. പിന്നെ ഞാനത് വീട്ടിൽ പോയിട്ട് എൻ്റെ ചേട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതെങ്ങനെ സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെയാണെന്ന് ചെന്ന് സെറ്റാക്കി താന്ന് പറഞ്ഞു. ചേട്ടനെ കൊടുത്തപ്പോൾ ചേട്ടൻ ഈസി ആയിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് കൂടി കുത്തി എല്ലാം കറക്റ്റായി, ഈസി ആയിരുന്നു അത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്കും തോന്നിക്കൊള്ളാം, നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈക്ക് വരുന്നുണ്ട്. ഇതാണ്ട് 2 മൈക്കാണ് വരുന്നത്. ഇതാണ്ട് 2 മൈക്കാണ് വരുന്നത്. നമുക്കിവിടെ ഇങ്ങനെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു സാധനം വരുന്നുണ്ട്, ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ആണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്. പിന്നെ ഒരു റിസീവറാണ് വരുന്നത്. അത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാധനം ഇത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. അപ്പോൾ 2 മൈക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇത് മൈക്കിന് മുകളിൽ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിലിങ്ങനെ ചെറുതായിട്ട് ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഈ ഒരു സാധനം. അത് ഈ ഹോൾസിൽ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതങ്ങനെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ എയർ പുറത്തുള്ള വേറെ കുറച്ച് നോയ്സസ് ഒക്കെ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഇതിൽ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ വലിയ വ്ളോഗേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സംഭവമല്ല, ഇതിൽ കൂടിയ റോഡിൻ്റെയൊക്കെ പ്രോഡക്റ്റാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ സംസാരിക്കാൻ പറ്റും. അപ്പം 2 മൈക്കാണ് വരുന്നത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾസ് വരുന്നുണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനുള്ള കേബിൾസ്. അതും കാണിച്ചു തരാം. ഇതെനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇതിനകത്ത് വരുന്നത് ഈ ഒരു കേബിൾ. ഇതെനിക്ക് തോന്നുന്നു ക്യാമറയിൽ കണക്ട് ചെയ്യാനായിരിക്കും. നമ്മൾ ക്യാമറയിൽ ഈ ഒരു മൈക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാം, ഐഫോണിൽ യൂസ് ചെയ്യാം, സാധാ ഫോണിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ക്യാമറയിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു വയറാണ് ഈ ഒരു വയർ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുണ്ടോ, നമ്മുടെ ഐഫോൺസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളാണ് ഇത് വരുന്നത്. അപ്പം ഇത് നമ്മുടെ ഐഫോണും തമ്മിലും ഈ റിസീവറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ വരുന്നത്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 3ഉം സെപ്പറേറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കേബിൾ വരുന്നുണ്ട്. വേണ്ടത് നമ്മളുടെ ചാർജ് ചെയ്യുന്ന ഇതിൽ കുത്തിയിട്ട് നമ്മൾ ഇതിനകത്താണോ ചാർജ് ചെയ്തിട്ടുണ്ട്, റിസീവർ അല്ലെങ്കിൽ മൈക്ക് ഏതിനകത്താണോ അതിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പം നമ്മുടെ സാധാ ഫോണാണെങ്കിൽ സാധാ ഫോൺ സി ടൈപ്പുള്ള ചാർജറും കണക്ടറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് മൂന്നിപ്പം ഇത് നമുക്ക് ഫുള്ള് 4 കേബിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 4 കേബിൾസാണ് വരുന്നത്. ഒന്ന് സാധാരണ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഒന്ന് നമ്മുടെ ഐഫോൺസിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ല നമ്മുടെ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കേബിള്, പിന്നെ ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും, പിന്നെ ഇത് സാധാ സി ടൈപ്പിൻ്റെ നമ്മുടെ ഫോണിൽ, എൻ്റെ ഫോൺ സാധാ ഫോണാണ്, ആൻഡ്രോയിഡാണ്, അപ്പോൾ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇത്രയാണ് ഇതിൻ്റെ അകത്തൂടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇതുപോലെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മൈക്ക്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൻ്റെ ഈ സൈഡിൽ തന്നെ ആയിട്ട് ചെറുതായിട്ട് അവിടെ സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാൻ പിന്നെ പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ മറ്റേ കേബിൾ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയുടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കുത്താനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഇതും ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സി ടൈപ്പിൻ്റെ കേബിൾ എടുക്കുക. റിസീവർ നമ്മുടെ ഇതാണ് റിസീവർ എന്ന് വെച്ചാൽ ഇത് ഫോണിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതെടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്യുക. വേറൊരു ഫോൺ എടുത്തിട്ട് ആ ഫോണിൻ്റെ ചാർജിങ് പോയിന്റില്ലേ അവിടെയും കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഇത് ഓണാക്കുക. ഇവിടെ തന്നെ ഓൺ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കുക. അത് ഓണാക്കുമ്പം ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തും, ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തും. അപ്പോൾ ലൈറ്റ് കത്തി നമുക്ക് വേണമെങ്കിൽ ഫോണിൻ്റെ ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ചേട്ടൻ കാണിച്ചു തന്നെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കാം, ഇതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇത് ഓണായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈക്ക്, ഇപ്പം ഈ മൈക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യാം. 2 മൈക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പേര് വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേർക്ക് യൂസ് ചെയ്യാം. അതല്ല ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഒരെണ്ണം നമ്മളിത് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഓൺ ചെയ്യാണ്. ഇവിടെ തന്നെ ഒരു പവർ ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ഓൺ ചെയ്യാണ്. അപ്പോൾ ഇത് അവിടെയും ഇങ്ങനെ ലൈറ്റ് കത്തും. അപ്പോൾ രണ്ടും കൂടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് വേറെ ബ്ലൂടൂത്തോ വൈഫൈയോ ഒന്നും കണക്റ്റ് ആക്കണ്ട. ജസ്റ്റ് ഇതിവിടെ കുത്തുക, ഇത് ഓൺ ചെയ്യുക, ഇതും രണ്ടും ഓൺ ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. വേറെ നമുക്കൊന്നും കണക്ഷൻ വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ഒന്നും ഓൺ ചെയ്യണ്ട, ഒന്നും വേണ്ട. സാധാരണ രീതിയിൽ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മളിതിവിടെ പിൻ ചെയ്യുന്നെങ്കിൽ പിൻ ചെയ്യാം, കയ്യിൽ വെക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാതെ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഫോണായിട്ട്, ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേൾക്കുന്ന വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് വെച്ചിട്ട് ഈ മൈക്കിൻ്റെ അകത്തുനിന്നുള്ള വോയിസ് ആണ്. അപ്പം നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും, നേരത്തെ കേട്ട ഇതും അത്യാവശ്യം കുറച്ചുകൂടെ സൗണ്ട് ഇതിനകത്ത് വരും. കാരണം നേരത്തെ ഞാൻ കുറച്ചുകൂടെ ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വോളിയം ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പയ്യാണ് സംസാരിക്കുന്നത്, എന്ന് വെച്ചാൽ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും ലൗഡായിട്ട് സംസാരിക്കേണ്ട ഈ ഒരു മൈക്ക് ഉള്ളപ്പോൾ. അപ്പം ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഇതിനെ പറ്റി അറിയുള്ളൂ. ഇത് തന്നെ ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചേട്ടനാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തന്നത്. ഓരോരോ സാധനങ്ങളൊക്കെ ചേട്ടനാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പൊ അത് വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾക്കും പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2000 സംതിങ് ആണ്. 2000 എനിക്ക് തോന്നുന്നു 2600 സംതിങ് എന്തോ ആണ് വരുന്നത്. പക്ഷെ ആ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. മൈക്ക് നമുക്ക് യൂസ് അത്യാവശ്യം വ്ലോഗൊക്കെ ലൈവായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ നന്നായി ഇത് യൂസ് ആവും. അപ്പോ നിങ്ങൾക്ക് ഇതില് വേറെ കുറെ മൈക്സ് ഒക്കെ ഉണ്ട്, വേറെ ഇതിലും റേറ്റ് കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. അപ്പൊ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഇത് ഞാൻ മേടിച്ചതിന്റെ ഒരു ചെറിയ റിവ്യൂ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പൊ ഞാനിത് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കും ഇതിന്റെ ഇത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറി മേടിക്ക്. ഞാൻ ഇത് ഓഫർ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പൊ അത് ഉണ്ടെന്ന് അറിയില്ല, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ്, നല്ലൊരു മൈക്കാണ്. 2 മൈക്ക് ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, പിന്നെ എല്ലാത്തിലും കണക്ട് ചെയ്യാൻ പറ്റും. ഐഫോൺ ആവട്ടെ, ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ, ക്യാമറ ആവട്ടെ, അപ്പൊ എല്ലാത്തിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചാർജ് ചെയ്യണം. എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ യൂസ് ചെയ്തെടുത്തോളം എനിക്കിത് നല്ലതായിട്ടാണ് തോന്നിയത്. അപ്പോ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.
അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.